നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്ക്ലിനെതിരെ കേസെടുത്ത് പോലീസ്. ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്തിയാണ് കേസ്. DCC ജനറൽ സെക്രട്ടറിയായ ജോസ് ഫ്രാങ്ക്ലിൻ ലൈംഗിക താൽപര്യങ്ങൾക്കുൾപ്പെടെ സമ്മർദ്ദം ചെലുത്തിയെന്ന ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നടപടി. നെയ്യാറ്റിൻകരയിൽ ബേക്കറി ഉടമയായ വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് കോൺഗ്രസ് കൗൺസിലർ കൂടിയായ DCC ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ജോസ് ഫ്രാങ്ക്ലിനാണ് മരണത്തിന് ഉത്തരവാദിയെന്ന് രേഖപ്പെടുത്തിയിരുന്നു. വായ്പ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ലൈംഗിക താൽപര്യങ്ങൾക്കുൾപ്പെടെ ഇയാൾ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വീട്ടമ്മയുടെ 2 മക്കളും ജോസ് ഫ്രാങ്ക്ലിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് കേസ്. ഇയാളുടെ ഫോൺ രേഖകളും സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നെയ്യാറ്റിൻകര നഗരസഭയിലെ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ കൂടിയാണ് കോൺഗ്രസ് നേതാവായ ജോസ് ഫ്രാങ്ക്ലിൻ. ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നതോടെ ജോസ് ഫ്രാങ്ക്ലിൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രക്ഷോഭവുമായി രംഗത്തെത്തി. മുട്ടക്കാട് ജംഗ്ഷനിൽ CPIM പ്രതിഷേധ മാർച്ചും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ജോസ് ഫ്രാങ്ക്ലിന്റെ ഓഫീസിലേക്കും വിവിധ രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. വരും ദിവസങ്ങളിലും പ്രതിഷേധം രൂക്ഷമാകാനാണ് സാധ്യത. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.